സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ നീയും സ്വപ്നം കാണാറുണ്ടോ വർഷസന്ധ്യ വർഷസന്ധ്യ മാരിവില്ലിൻ വരണമാല്യം തീർക്കുമ്പോൾ മൂകവേദന എന്തിനായി നീ മൂടിവെപ്പു ജീവനിൽ ജീവനിൽ സ്വർണ്ണമുകിലേ 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 സ്വപ്നം കാണാറുണ്ടോ നീയും സ്വപ്നം കാണാറുണ്ടോ കണ്ണുനീർക്കുടം തലയിലേന്തി വിണ്ണിൻ വീഥിയിൽ നടക്കുമ്പോൾ വർണ്ണച്ചിറകുകൾ ചുരുക്കിയൊതുക്കി വസന്തരാത്രി മയങ്ങുമ്പോൾ സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ? Thank you. ദേവനന്ദ,
മനോഹരമായിട്ട് പാടി. ഭയങ്കര സ്വീറ്റ് വോയിസ് ആണ്. ആദ്യമായിട്ടാണ് ഓർക്കസ്ട്ര ആയിട്ടൊക്കെ പാടുന്നതല്ലേ? റിയാലിറ്റി ഷോയിൽ ഓർക്കസ്ട്ര അല്ലാതെ പാടിയിട്ടുണ്ടല്ലേ? ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് ചേച്ചിമാരോടും ചേട്ടനോടും ചോദിക്കാം. അമ്മു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മോളുടെ വോയിസ് ഈ പാട്ടിന് ഭയങ്കരമായിട്ട് ആപ്റ്റ് ആവുന്നുണ്ടായിരുന്നു. ആ ഒരു ഫീൽ ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. ഒരിക്കലും ആ ഫീല് നഷ്ടപ്പെടാതെ ആ ഫീലോട് കൂടി തന്നെ പാടി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ റൗണ്ടിൽ പാടിയതും നന്നായിരുന്നു, പക്ഷെ ഇത് വേറൊരു ഫീലായിരുന്നു. അത് രണ്ടും നല്ല പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സൗഭാഗ്യ. മോളെ നന്നായി പാടി, ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് പറയാൻ തോന്നിയത് നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഈ ഇമോഷൻസ് ഒക്കെ ഉണ്ട്. വിഷമമുണ്ട്, ദേഷ്യമുണ്ട്, സ്നേഹമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇപ്പം നമ്മളിരിക്കുന്ന ആ ഒരു മൂഡിലല്ല, ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ആ ഉള്ളിലുള്ള ആ ഒരു ഇമോഷനെ മോൾക്ക് പുറത്ത് കൊണ്ടുവരാൻ പറ്റി. മോളുടെ വോയിസ്, മോളുടെ സിംഗിങ്ങിലൂടെ ആ ഒരു ഇമോഷൻ പുറത്ത് കൊണ്ടുവരാൻ പറ്റി. കുറച്ച് നേരം എന്തൊക്കെയോ മെമ്മറീസൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വന്നു പോകുന്നുണ്ടായിരുന്നു. അതായിരിക്കണം മോളുടെ സക്സസ് എന്ന് ഞാൻ പറയുന്നു. ഒരു സോങ്ങിലൂടെ മോളുടെ ആ ഒരു റെൻഡറിങ്ങിൽ ഇത്രയും ഇമോഷൻസ് കൊണ്ടുവരാൻ സാധിച്ചു. ദാറ്റ്സ് ബ്രില്യൻറ്റ് മോളെ. കീപ് ഇറ്റ് അപ്പ്. നന്നായി ചെയ്തു. ഓർക്കസ്ട്ര ടീം നന്നായിരുന്നു. വെരി നൈസ്. വിവേകേട്ടാ, എനിക്ക് സൗഭാഗ്യയുടെ മെമ്മറീസ് കൊണ്ടുവരാൻ പറ്റിയത് എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. മെമ്മറീസ് എനിക്ക് ഇപ്പം കുറേ നാളായിട്ട് ഇങ്ങനെ എന്തെങ്കിലും സാഡ് മ്യൂസിക് അല്ലെങ്കിൽ എന്തെങ്കിലും കേട്ടാൽ പെട്ടെന്ന് എൻ്റെ അച്ഛനെ തന്നെയാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ ആ ഒരു ത്രൂ ഔട്ട് ഡാഡിയാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. സോ മോളുടെ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ ഡാഡി ആയിട്ടുള്ള ഒരു കുറേ ഇങ്ങനെ മൊമെന്റ്സ് ഇങ്ങനെ ഫ്ലാഷ് ചെയ്ത് പൊക്കോണ്ടേയിരിക്കുകയാണ് ആ സോങ് കേൾക്കുമ്പോൾ. സോ ഐ ഷുഡ് ബി താങ്ക്ഫുൾ ടു യു. അതൊരു ഭയങ്കര വലിയ കാര്യമാട്ടോ. അത് ഭയങ്കര വലിയൊരു എന്താ പറയുക കോംപ്ലിമെൻ്റ് ആയിട്ട് കരുതാം. കാരണം ഒരാളുടെ വളരെ ഇഷ്ടമുള്ള ഒരാളെ ഓർക്കാൻ കഴിയുന്നെങ്കിൽ, അത് മോളുടെ പാട്ടിലൂടെ കഴിയുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര വലിയൊരു കാര്യമാണ്. അപ്പോൾ അത് വളരെ നന്നായിട്ടുണ്ട് പാട്ട്. ആ ഡ്രസ്സ് അടിപൊളി. ഏതോ മറ്റേ ബോളിവുഡ് മറ്റേ ആക്ട്രസ് വന്ന് നിൽക്കുന്ന ഒരു ഫീലുണ്ട്. പിന്നെ എൻ്റെ ഡ്രസ്സൊക്കെ എല്ലാ ഡ്രസ്സും ഡിസൈൻ ചെയ്തിരുന്നത് എൻ്റെ സ്വന്തം മേമ സിജ മേമ. ഇവിടെ സിജ മേമയും കുടുംബവും, പിന്നെ എൻ്റെ അമ്മച്ചനും അമ്മമ്മയും ഇവിടെ ഏട്ടനും എത്തിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്. ആരാ പേരെന്താണ്? ഡ്രസ് ഡിസൈൻ ചെയ്താരാ? സിജ. എവിടെ? അത് ശരി. അത് ഇവർക്കൊക്കെ ഉണ്ട്. സൗഭാഗ്യക്ക് ഭയങ്കര ചിരിയാണ്. ഭയങ്കര നന്നായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഡ്രസ്സ്. അതിന് ഹാറ്റ്സ് ഓഫ്. പിന്നെ വേറെ ആരൊക്കെയാ വന്നിരിക്കുന്നത് പറഞ്ഞാൽ? ഏട്ടൻ, അമ്മച്ചൻ, അമ്മമ്മ, പിന്നെ സിജ മേമയും എൻ്റെ 2 കസിൻസും, പിന്നെ മനോജ് മാമ. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു ഏട്ടൻ വന്നിട്ടില്ല എന്നുള്ളത് അല്ലേ? അപ്പൊ ഏട്ടന്റെ പേരെന്താണ്? എന്റെ പേര് സാരംഗ്. ഫുൾ നെയിം? സാരംഗ് കൃഷ്ണ. സാരംഗ് പാടുവോ? ഞാൻ പാടില്ല. ഒരു സൗണ്ട് കേട്ടിട്ട് പക്ഷെ നന്നായിട്ട് പാടുന്ന ഒരാളുടെ സൗണ്ട് പോലെ തോന്നുന്നു. പാടുവോ? അമ്മ സൈഡിൽ നിന്ന് പറയുന്നത് പാടുന്നു. പാടുവോ? പിയാനോ വായിക്കോ? ഓ അത് ശരി. വേറെ ആരൊക്കെയാ വന്നിട്ടുള്ള? കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ അച്ഛനാണ്. എനിക്ക് ചെറിയൊരു പേടി. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ അച്ഛൻ പാവ. അത്ര പേടിക്കണ്ട. നിങ്ങളിങ്ങനെ ഫാമിലി ആയിട്ട് വന്ന് നമ്മളെ എന്താ പറയുക കണ്ടസ്റ്റൻസിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നിങ്ങളെല്ലാം ബ്ലെസ്ഡ് പാരൻസ് ആണ്. കാരണം ഇത്രയും നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ നിങ്ങൾക്ക് കിട്ടുമ്പോൾ അത് ഭയങ്കര ബ്ലെസ്ഡ് ആണ്. എന്തായാലും ഇവരുടെ ടാലൻറ്റ് തുടർന്ന് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ നിങ്ങൾക്ക്. അവരും ഒരുപാട് മുകളിലേക്ക് എത്താൻ കഴിയട്ടെ അവർക്ക്.